ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് +2 കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയെക്കുറിച്ചും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. BBA വിത്ത് ഏവിയേഷൻ. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് എന്താണ് BBA വിത്ത് ഏവിയേഷൻ, ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം, ഈ ഒരു കോഴ്സിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതെല്ലാം, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഏതൊക്കെ ജോലികളിലാണ് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുക, ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പഠനം കംപ്ലീറ്റ് ചെയ്ത് ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം എന്താണ് BBA വിത്ത് ഏവിയേഷൻ? രണ്ട് ടേമുകൾ കൂടി ചേർന്നാണ് BBA വിത്ത് ഏവിയേഷൻ, BBA ആൻഡ് ഏവിയേഷൻ. നമുക്ക് രണ്ട് ടേമുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം BBA എന്താ നമുക്ക് നോക്കാം. BBAയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇപ്പോൾ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാജുവേഷൻ ലെവൽ പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിയുക. ഇനി ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താ നോക്കാം. ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഡിപ്പാർട്ട്മെന്റാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ പോളിസി ഫോർമുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, അതേപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതേപോലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതേപോലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെന്റാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ആവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് BBA എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏവിയേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അനവധി പാർട്ട്നേഴ്സ് ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടാണ് ഒരു നല്ലൊരു സർവീസ് പാസഞ്ചേഴ്സിനും അതേപോലെ കാർഗോ അയക്കുന്ന ഷിപ്പേഴ്സിനും കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ആ ഒരു ഫെസിലിറ്റി, അതിനെ നമ്മൾ എയർപോർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും കൂടിച്ചേരുന്ന ആ മേഖലയെ നമ്മൾ ഏവിയേഷൻ എന്ന് പറയും. BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഏവിയേഷൻ മേഖലയിൽ ലീഡർഷിപ്പ് അതേപോലെ മാനേജ്മെന്റ് തലങ്ങളിലേക്ക് കുട്ടികളെ ഉയർത്താൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്.